ആശുപത്രിയിലെ ജീവനക്കാരുടെ സംരക്ഷണത്തിനായി അടുത്ത മന്ത്രിസഭാ യോഗം ഓർഡിനൻസ് ഇറക്കുമെന്ന സർക്കാർ. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ഓർഡിനൻസിൽ പരിഗണിക്കും. ആരോഗ്യ പ്രവർത്തകർക്ക് എതിരായ ആക്രമണങ്ങളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനമായി. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഉമേഷ്, സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ് സർക്കാരിൻ്റേത്. എന്തൊക്കെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നടപടികൾ? IMA-യുടെയും മറ്റ് ഡോക്ടർമാരുടെ സംഘടനകളുടെയും ആവശ്യം അത് പൂർണ്ണതോതിൽ ഏറ്റവും സുപ്രധാനമായി IMA മുന്നോട്ട് വെച്ച ഒരു ആവശ്യമായിരുന്നു ഒരാഴ്ചയ്ക്കകം ഓർഡിനൻസ് എന്നുള്ളത്. എന്തായാലും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഓർഡിനൻസ് ഇറക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഉന്നതതല യോഗം എത്തിയിരിക്കുന്നു. ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി കൂടാതെ ആരോഗ്യമന്ത്രി, ആരോഗ്യ സെക്രട്ടറി, കൂടാതെ നിയമ സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. ഇതിൽ ചില മറ്റ് നിയമപ്രശ്നങ്ങളോ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളോ തേടേണ്ടതുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾക്കിടയിൽ, അതായത് അടുത്ത മന്ത്രിസഭാ യോഗത്തിനിടയിൽ തന്നെ അത് പരിഹരിക്കും. ആരോഗ്യ സർവകലാശാലയുടെ അഭിപ്രായം തേടും. പ്രത്യേകിച്ച് ഹൗസ് സർജൻമാരുടെ സർവീസ് കാലഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും മറ്റും എല്ലാ നിർദ്ദേശങ്ങളും ആരോഗ്യ സർവകലാശാലയുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും നടപ്പാക്കുക. കൂടാതെ ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങളിൽ അത് കർശന ശിക്ഷ ഉറപ്പാക്കും. നിലവിൽ 50,000 രൂപ പിഴയും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്ത് 3 വർഷം വരെ തടവുമാണ് നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ നിയമം. അത് പരിഷ്കരിക്കും. അത് ഒരുപക്ഷെ നിലവിൽ ഡോക്ടർമാർ ആവശ്യപ്പെട്ടത് പ്രകാരം ശിക്ഷാ കാലാവധിയും കൂടാതെ പിഴത്തുകയും വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. അത് എത്രയാണെന്ന് തുടർ ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കും. കൂടാതെ നിശ്ചിത സമയത്തിനുള്ളിൽ അതിക്രമങ്ങൾക്ക് ഉള്ള അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കും. IMA ആവശ്യപ്പെട്ടത് അക്രമം നടന്ന് ആദ്യ മണിക്കൂറിൽ തന്നെ FIR തയ്യാറാക്കുകയും കൂടാതെ ഒരു ആശ്വാസകരമായിട്ടുള്ള